നമസ്കാരം. പ്രശസ്ത അവതാരിക രഞ്ജിനി ഹരിദാസ് തൻ്റെ 30 വർഷത്തെ ദീർഘമായ കരിയറിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കരിയറിൻ്റെ തുടക്കത്തിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു പറയാൻ തനിക്ക് പലരുമായും തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും രഞ്ജിനി വെളിപ്പെടുത്തുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളും മറ്റും സ്വന്തം ചാനലിലൂടെയാണ് രഞ്ജിനി വെളിപ്പെടുത്തിയത്. ഈ കൂട്ടത്തിൽ സംഗീത രംഗത്തെ ഒരു പ്രമുഖനിൽ നിന്നും ഒരു നടനിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും രഞ്ജിനി തുറന്നു പറയുന്നു. രഞ്ജിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നടൻ, അദ്ദേഹം എൻ്റെ വളരെ നല്ല സുഹൃത്തായിരുന്നു. ഒരിക്കൽ എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സംഭവം നടന്നു. പൊതുവേ ഞാൻ എല്ലാവരോടും അടുത്തിടപഴകുന്ന ആളല്ല. ഒരിക്കൽ ആ വ്യക്തി ഒരു ഷർട്ട് ഇടാത്ത ചിത്രം എനിക്ക് അയച്ചു തന്നു. തിരിച്ചു ഞാനും അത്തരത്തിലൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? മറ്റൊരിക്കൽ സംഗീത ലോകത്തെ പ്രശസ്തനായ ഒരു വ്യക്തി എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അയാളുടെ ഡയലോഗ്, ഞാൻ എല്ലാ വാതിലിലും മുട്ടും, താല്പര്യമുള്ളവർ തുറക്കും, ഇല്ലാത്തവർ പോകട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, പെർമിഷൻ ചോദിച്ച് എന്ത് കോപ്പ് വേണമെങ്കിലും ചെയ്തോളൂ, അത് തരാത്തവരെ ബുദ്ധിമുട്ടിക്കരുത്. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ശക്തമായി പ്രതികരിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു പ്രമുഖ മോഡൽ ഷോ കോർഡിനേറ്റർ ഉണ്ട്. അദ്ദേഹം പലപ്പോഴും എന്നെ വിളിച്ച് ഇന്ന നാട്ടിൽ ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടെന്നും ചോദിക്കുന്ന അത്രയും പണം അവർ തരുമെന്നും പറയും. എന്നാൽ അതിനൊപ്പം പക്ഷേ എന്ന് ചേർത്ത് മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഉണ്ടെന്ന് സൂചിപ്പിക്കും. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ ഈ പക്ഷേ വർക്ക് ചെയ്യില്ല. അദ്ദേഹം കുറേ ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, അത്തരം കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ നിൽക്കേണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ചോയ്സ് നോക്കാതെ ഇത്തരം ആവശ്യങ്ങളുമായി സമീപിക്കുന്ന ഷോ കോർഡിനേറ്റർമാർ ഇന്നും ഈ നാട്ടിലുണ്ട് എന്നത് വളരെ സങ്കടകരമാണ്. നമ്മളൊരു ഉദ്ഘാടനത്തിന് പോകുന്നത് നമ്മുടെ കരിയറിലെ ടാലൻറ്റും പ്രശസ്തിയും കണ്ടിട്ടാണ്, അല്ലാതെ മറ്റാവശ്യങ്ങൾക്കല്ല. ക്ലീൻ ആയിട്ടുള്ള ഷോകൾക്ക് അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ ഇന്നും പോകാറുണ്ടെന്നും രഞ്ജിനി പറയുന്നു. മറ്റൊരു സംഭവത്തിൽ കണ്ണൂരിൽ ഒരു പരസ്യ ചിത്രീകരണത്തിന് ശേഷം ഒരു കോർഡിനേറ്റർ വഴി വന്ന ക്ലയൻറ്റ് തന്നോട് മോശമായ ഉദ്ദേശത്തോടെ സമീപിച്ചപ്പോൾ പ്രതികരിച്ചതിനെക്കുറിച്ചും രഞ്ജിനി വെളിപ്പെടുത്തുന്നു. കണ്ണൂരിൽ പരസ്യത്തിനായി പോയപ്പോഴുണ്ടായത് ഒരിക്കലും മറക്കില്ല. ഷൂട്ട് കഴിഞ്ഞ് അവരോട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒരാൾ എനിക്ക് കാശ് കൊണ്ടു തന്നു. പരിപാടി കഴിഞ്ഞ് വരാൻ നേരം ക്ലയൻറ്റ് പ്രതിഫലം തരാൻ മുറിയിലേക്ക് വന്നു. എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ, അല്ല പോവുകയാണോ മറ്റേതില്ലേ എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ കൂടെ കിടക്കണം, അതിനുവേണ്ടി കൂടിയാണ് പരിപാടിക്ക് വിളിച്ചതെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇതൊക്കെ നേരിട്ട് ചോദിക്കുന്നത്. ദേഷ്യം വന്നെങ്കിലും ഞാൻ ആളെയും കൂട്ടി മുറിയിൽ നിന്നിറങ്ങി കോർഡിനേറ്ററുടെ അടുത്ത് പോയി നേരിട്ട് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും പരുങ്ങി. പരിപാടിക്ക് ശേഷം വീട്ടിലേക്ക് അയാൾ ക്ഷണിച്ചിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ പോയേക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു. വീടെത്തുന്നതുവരെ അയാൾ സോറി പറഞ്ഞു. എന്നാലും ഞാൻ വരുമെന്നായി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഭാര്യയും അമ്മയും മക്കളുമൊക്കെയുള്ള ഒരു കൂട്ടുകുടുംബം. അവരുടെ സ്വീകരണവും സ്നേഹവും കണ്ടെങ്കിലും അയാളോടുള്ള ദേഷ്യം അടങ്ങിയില്ല. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. അയാളെ തെറി വിളിച്ചാണ് ഞാൻ ഇറങ്ങിയത്. മോഡലിംഗ് രംഗത്ത് നിൽക്കുമ്പോൾ വേശ്യ എന്നൊക്കെയുള്ള വിളി കേട്ടിട്ടുണ്ട്. പലരുടെയും കൂടെ കിടന്നാണ് ഞങ്ങൾ കാശുണ്ടാക്കുന്നതെന്നാണ് പലരുടെയും വിചാരം. അത് ഏറ്റവും എളുപ്പമുള്ള എൻ്റർടൈൻമെൻ്റ് ആണ്. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അയാൾക്ക് എന്നോട് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നും രഞ്ജിനി പറഞ്ഞു. സിനിമ, ടെലിവിഷൻ രംഗത്ത് വിജയിക്കുന്ന സ്വതന്ത്രരായ സ്ത്രീകളെക്കുറിച്ച് പൊതുസമൂഹം തെറ്റായ ധാരണകളാണ് വെച്ച് പുലർത്തുന്നതെന്നും തനിക്കെതിരെ വന്ന വ്യാജ MMS വിവാദങ്ങളെപ്പോലും താൻ ധീരമായിട്ടാണ് നേരിട്ടതെന്നും താരം വെളിപ്പെടുത്തുന്നു. 30 വർഷത്തെ തൻ്റെ കരിയറിൽ ഇത്തരം അനുഭവങ്ങൾ തന്നെ കൂടുതൽ ശക്തിയാക്കുകയാണ് ചെയ്തതെന്നും കഠിനാധ്വാനത്തിലൂടെ താൻ നേടിയെടുത്ത ബഹുമാനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും പറഞ്ഞാണ് രഞ്ജിനി തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്.